ഹായ്! ഞാനിതാട്ടോ വേഗം ഇന്ന് പണികളൊക്കെ അങ്ങോട്ട് തീർത്ത് കുളിയും മാറ്റലും ഒരുങ്ങലൊക്കെ കഴിഞ്ഞ് കെട്ടും മുട്ടും മാറാപ്പൊക്കെ എടുത്ത് ഞങ്ങൾ പോവുകയാണ് കേട്ടോ. ഇക്കൊന്നും വരുന്നില്ല, ഞാനും മക്കൾ തന്നെയാണ്. എവിടേക്കാണ് എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ, മീനങ്ങാടിക്ക്. അപ്പോൾ അതൊരു 12 മണീൻ്റെ ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് വേഗം ഒരുങ്ങലൊക്കെ കഴിഞ്ഞിതാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ബാഗും ഒരു ചെറിയ ബാഗും ഒക്കെ ഉണ്ട്, അതിലൊക്കെ ഡ്രസ്സുകളാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുടുംബത്തിലൊരു കല്യാണം ഉണ്ട്, വടകരയാണ് കല്യാണം. അപ്പം അങ്ങോട്ട് നാളെ രാവിലെ മീനങ്ങാടിയിൽ നിന്ന് പോകണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇന്ന് തലേന്ന് തന്നെ പോവുകയാണ് കേട്ടോ. ഇക്ക വരുന്നില്ല, ഞാനും മക്കളും ആണ് പോകുന്നത്. പിന്നെ നമ്മളെ മൊത്തം ഫാമിലി അടക്കം അങ്ങനെയാണ് കേട്ടോ പോകുന്നത്. എന്തായാലും കുറച്ച് നേരം റോട്ടുമേലൊന്ന് ഇവരെ കൊണ്ട് നിന്നിട്ടുണ്ടായിനി. അപ്പോഴത്തേക്ക് നമ്മളെ ബസ്സൊക്കെ വന്നിട്ടുണ്ടായി. നമ്മൾ ബാവലിയിൽ നിന്ന് പുൽപ്പള്ളിയിലേക്കാണ് കേട്ടോ പോണത്. പുൽപ്പള്ളിയിൽ നിന്ന് പിന്നെ നേരിട്ട് മീനങ്ങാടി ബസ് ഉണ്ടാവും. അപ്പോൾ അതിലാണ് കേട്ടോ പോവൽ. ആദ്യമൊക്കെ ഞാൻ മാനന്തവാടി പിന്നെ പനമരം ഇറങ്ങി പനമരത്തു നിന്ന് മീനങ്ങാടി അങ്ങനെ കയറി ഇറങ്ങി പോവും. പക്ഷേ ഇപ്പം ഇതിൽ വരുമ്പോൾ കുറച്ച് എളുപ്പമാണ് കേട്ടോ, വേഗം അടുത്ത് തന്നെ നമ്മൾ വേഗം ഇട്ട് എത്തുന്നുണ്ട്. എന്തായാലും ബസ്സൊക്കെ ഇറങ്ങി സ്റ്റാൻഡിലെത്തിയപ്പോഴത്തേക്കും ഉപ്പച്ചി ഉണ്ടായിരുന്നു. പിന്നെ ഇതാ അപ്പച്ചീൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ കണ്ണട എന്തോ പൊട്ടിയിട്ട് അത് മാറ്റാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പൊട്ടിയത് എന്ന് വെച്ചാൽ ഞങ്ങളും മക്കളും എല്ലാം കൂടെ കഴിഞ്ഞ വരവ് വന്ന് പോയതിൻ്റെ ആ ഒരു അടയാളമാണ് ഉമ്മാൻ്റെ കണ്ണടേൻ്റെ കാല് പൊട്ടിയത്. അപ്പോൾ അത് നന്നാക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പച്ചി അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നിൽക്കുമ്പോഴാണ് ഞങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിയതാ നേരെ പുരയിലേക്ക് വന്നിട്ടുണ്ട്. മീനങ്ങാടിയിൽ നിന്ന് അങ്ങനെ അധികം വരാനൊന്നുമില്ല കേട്ടോ, കുറച്ച് ഇങ്ങോട്ട് വരാനേ ഉള്ളൂ. അപ്പോൾ വന്ന വഴിക്ക് തന്നെ വേഗം ചോറിൻ്റെ മുന്നിലേക്ക് ഇരുന്നിക്കാണ്. നല്ലോണം വിശന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉച്ച സമയം ആയിരുന്നല്ലോ നമ്മൾ എത്തിയപ്പോഴൊക്കെ. അപ്പം ഞങ്ങൾ വന്ന് വേഗം ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മ ചോറും കറിയൊക്കെ ആക്കി വിളമ്പാൻ റെഡിയായി നിൽക്കുകഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ ചോറ് വയ്ക്കലൊക്കെ കഴിഞ്ഞ് ഒന്നിരിക്കുമ്പോഴത്തേക്കും അടുത്ത ആൾക്കാരും എത്തിക്കണ്. ആജു മക്കളും ചെറിയൊക്കെ ഓരും വന്നിട്ടുണ്ടായിനി. അപ്പോൾ അതാ ചെറുതിനെ അങ്ങോട്ട് എടുത്തിയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണും ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കുട്ടികളങ്ങോട്ട് കാണുമ്പോൾ ഇനി അങ്ങോട്ട് തുടങ്ങും കേട്ടോ ഇവിടെ യുദ്ധം. വരും കൂടെ അങ്ങോട്ട് എത്തുമ്പോഴാണ് ഇവിടുത്തെ യുദ്ധം തുടങ്ങലേ. എന്തായാലും ഓര് വന്ന് ഓർക്കുള്ള ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഉമ്മ പാല് വാങ്ങാൻ എന്തിനോ പോയത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ തന്നെ വേഗം ഓർക്കുള്ള ചായയൊക്കെ ആക്കി കൊടുത്തു. പിന്നെ ആദ്യം കുട്ടികളും ഇവിടെ നിന്നിട്ടുണ്ട്, ചെറിയ തിരിച്ചു പോയിട്ടുണ്ടായിന് കേട്ടോ ഓരിവിടെ ആക്കിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉമ്മാൻ്റെ നാളെ കല്യാണത്തിന് മുമ്പ് ഇടാനുള്ള ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ അതൊന്ന് ഷേപ്പാക്കാനും ചെറുതായിട്ടൊന്ന് അടിവെട്ടി അടിക്കാനൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതൊക്കെ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉമ്മ പിന്നെ വൈകുന്നേരത്തേക്ക് ചായക്ക് ഇതാട്ടോ പഴംപൊരിയും ചായയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, പഴംപൊരി ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ പുറത്ത് ഓരോരുത്തർ നല്ല കളിയിലാണ് കേട്ടോ മക്കളൊക്കെ. പിന്നെ ഞങ്ങൾ നാളെ പോകാനുള്ള എന്താ പറയുക മൈലാഞ്ചിടലും അങ്ങനെയൊക്കെ അങ്ങോട്ട് കൂടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പിന്നെ പഴുത്ത ചക്ക അയൽവക്കത്തു നിന്ന് താത്ത കൊടുന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അത് കഴിക്കലും പഴംപൊരി കഴിക്കലും ചായ കുടിക്കലും ഒക്കെ ഭയങ്കര ജോറായിന് കേട്ടോ. പിന്നെ അത് അപ്പച്ചി വരുമ്പോൾ കുറേ മുട്ടായും കാര്യങ്ങളൊക്കെ അതും കൊടുന്നിട്ടുണ്ട്.